ഹലോ വ്യൂവേഴ്സ്, മേരെ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ടെക്നിക്കിൽ കൂടെ, അതായത് മ്യൂസിക് തെറാപ്പി, സംഗീതത്തിൽ കൂടി നമുക്ക് എങ്ങനെ വളരെ ലളിതമായ വാക്കുകൾ പഠിച്ചെടുക്കാം. മനസ്സിലായത്? നമുക്ക് സംസാരത്തിൽ ആവശ്യമായത് എല്ലാം. അപ്പോൾ ഹൗ ക്യാൻ വി ലേൺ? വി മിക്സ് വിത്ത് മ്യൂസിക് തെറാപ്പി വിത്ത് വേർഡ്സ്. ഇറ്റ്സ് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ഇൻ മലയാളം. मेरा दर्शकों, मैं आज संगीत प्लस म्यूज़िक सॉन्ग प्लस ഇംഗ്ലീഷ്, അംഗ്രേസി, ഹിന്ദി, മലയാളം. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ വാക്ക് നമുക്ക് നോക്കാം. ദൂരെ, അകലെ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഫാർ, ദൂർ അല്ലേ. അപ്പോൾ അതിലൊരു പാട്ട് നമുക്ക് നോക്കാം. അകലെ അകലെ നീലാകാശം അലതല്ലുമേഘതീർത്ഥം അരുകിലെൻ്റെ, അങ്ങനെ പോകും അല്ലേ. ദൂരെ. അതുപോലെ നമുക്ക് പറയാം, അതുപോലെ നമ്മളെ അടുത്ത് എന്ന് പറയും അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ്. ദൂരെ, പാസ്, നിയർ നമുക്ക് പറയാം. അപ്പോൾ അത് നമുക്ക് പറയാം എന്താണ്? जरा तस्वीर देखो नगर के सामने या मेरे दिल रूबा, मेरे दिल रूबा, मेरे दिल रूबा അല്ലേ. അതുപോലെ അടുത്തു വന്നാൽ ചൂടിക്കാം അതുപോലെ നമ്മൾ ചന്ദനം എന്ന് പറയും. ചന്ദൻ, സാൻഡൽ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം, അങ്ങനെ പോകും. അതുപോലെ മറ്റേ നമ്മൾ പറയും അല്ലേ, ഭംഗി, ബ്യൂട്ടിഫുൾ അല്ലേ. എൻചാൻറ്റഡ്, ഫാൻറ്റാസ്റ്റിക് എന്നൊക്കെ പറയും. ബ്യൂട്ടിഫുൾ, മനോഹർ അല്ലേ. ഖൂബ്സൂരത്ത് എന്നൊക്കെ പറയും അല്ലേ, ബ്യൂട്ടിഫുൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഡെഫിനിഷൻ ഇല്ല. നോ വേർഡ്സ് ടു ബ്യൂട്ടിഫുൾ, നോ ഡെഫിനിഷൻ അല്ലേ. നിർവചൻ നഹി ഹേ ഖൂബ്സൂരത്ത് ഖേ. അപ്പോൾ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല അല്ലേ. ഭംഗി ഇതൊക്കെ അങ്ങനെ പറയാമെന്നല്ലേ, എന്താണ് ഭംഗി എന്ന് പറയാൻ പറ്റില്ല അല്ലേ. സുന്ദരം, ബ്യൂട്ടിഫുൾ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ, നാളെയാണു താലി മംഗളം. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ സുന്ദരം എന്നുള്ളത് അല്ലേ. അതുപോലെ നമുക്ക് പറയാം എന്താണ്? പ്രഭാതം, സുപ്രഭാതം, മോർണിംഗ്, സുപ്രഭാത് അല്ലേ. സുപ്രഭാതം, സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, അങ്ങനെ പോകണം. സുന്ദരം അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറയാം, ഇതിനൊരു ഡെഫിനിഷൻ ഇല്ല. നോ ഡെഫിനിഷൻ ഫോർ ദിസ് വേർഡ്സ്. ബ്യൂട്ടിഫുൾ ഒന്നും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ പരിപ്പ് എന്ന് പറയും അല്ലേ. പരിപ്പ്, പലതരം പരിപ്പുകളുണ്ട്. ഹിന്ദിയിലൊക്കെ ദാൽ, മുക്തി ദാൽ, ഒരുപാട് ദാലുകൾ അല്ലേ, പരിപ്പ് അല്ലേ. അപ്പം പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. പരിപ്പ് തന്നെ നമുക്കറിയാം, തുവരപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ് അല്ലേ, സാധാരണ പരിപ്പ് കുറേ കിടക്കണം. അപ്പോൾ വർഷം, സാൽ അല്ലേ. വർഷം, ഇയർ, സാൽ. ദോ സാൽ പെഹലെ മുझे ഇൻകരാർ കാ ആജ് भी और कल भी रहेगा അല്ലേ. അത് മുഹമ്മദ് റാഫി സാബിൻ്റെ വളരെ പ്രശസ്തമായൊരു ഗാനമാണ് വർഷം അല്ലേ. അതുപോലെ നമ്മൾ മനസ്സ് അല്ലേ, മനസ്സ്, മൈൻഡ്. മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമെന്ന് വിളിക്കൂ, ശരണം വിളിപ്പൂ. ഒരു വളരെ പ്രശസ്തമായ യേശുദാസ് പാടിയ ഒരു അയ്യപ്പ ഭക്തിഗാനമാണ്. അതുപോലെ നമുക്ക് എന്ത് പറയാൻ ഇനി? ചിരി അല്ലേ. ഹസ്, ഹസ്തേ, ഹസ്, ഓഫ് അല്ലേ. ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിയിലും ഒരുപാട് പാട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു തമിഴ് പാട്ട്. சிலர் சிரிப்பான் சிலர் அழைவான் நான் அழகு கொண்டேன் சிரிப்புங்கள் சிലർ അഴൈവാർ. ശിവാജി ഗണേശൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്.
അതുപോലെ നമുക്കെന്ത് പറയാം, മോർണിംഗ് അല്ലേ, മോർണിംഗ് പ്രഭാതം, സുപ്രഭാതം എന്നൊക്കെ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് മോർണിംഗ് അല്ലേ. അപ്പം ഞാൻ ഒരു ഇംഗ്ലീഷ് പാട്ട് അതിൽ ചേർക്കണോ? Wake up in the morning and the sun began to shine. All of things are in my mind, warming trains. A baby coming to hear me calling. അതങ്ങനെ പോകണം. ദെൻ മോർണിംഗ് കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ, സോൾജിയർ അല്ലേ. ബട്ടൺ എന്ന് പറയാം, സോൾജിയർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിന് കുറേ വാക്കുകളുണ്ട്. ബട്ടൺ നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കും അല്ലേ. സൈനിക് എന്നൊക്കെ പറയാം ബട്ടൺ. അപ്പോൾ ബട്ടണിൽ ബഫലോ സോൾജിയർ ഫ്രം ആഫ്രിക്ക ബ്രോട്ട് ടു അമേരിക്ക. അത് ബോബ് മാർലിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റെഗയാണ് അല്ലേ. അതുപോലെ സോൾജിയർ അങ്ങനെ. അത് പിന്നെ ആകാശം അല്ലേ, സ്കൈ എന്ന് പറയും, ആകാശ് എന്ന് പറയും, ആകാശം. അകലേ നീലാകാശം, അകലേ നീലാകാശം, അലതല്ലുമേഘതീർത്ഥം അരികിലെൻ്റെ ഹൃദയാകാശം. അതാണ് പോകണം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഭസ്മം എന്നൊക്കെ പറയും അല്ലേ. ഭസ്മം എന്ന് പറയാൻ നമ്മൾ കുറി തൊടും, ഭസ്മം അല്ലേ. വെർമലിയോൺ എന്നൊക്കെ പറയാം, ഭസ്മം കുറി എന്നൊക്കെ പറയും. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പെന്നും മുടക്കും ഞാൻ, തിരുവില്ല മലയിൽ നീതിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടയ്ക്കും ഞാൻ, തങ്കഭസ്മം. അങ്ങനെ പോട്ടെ. ഇനി അടുത്ത് നമുക്ക് എന്താ പറയാം, സ്നേഹിതൻ, ഫ്രഞ്ച്, ദോസ്ത് അല്ലേ. ഏ ദോസ്തി ഹം നഹീ छोड़ेंगे हम मगर तेरे साथ न छोड़ेंगे. ഇതുപോലെ മുഹമ്മദ് റാഫി അല്ലേ, കിഷോർ കുമാർ ഷോലെ എന്ന ചിത്രത്തിൽ പാടിയത് വളരെ പ്രശസ്തമായൊരു ഗാനം. ഷോലയിൽ നല്ല 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 പാട്ടുകളുണ്ട് കേട്ടോ. പടം നല്ല ഇന്നും, അതായത് 2 കൊല്ലമൊക്കെ ഒരേ തിയേറ്ററിൽ ഓടിയിരുന്ന സിനിമയായിരുന്നു ഷോലെ. അതുപോലെ നമുക്ക് പിന്നെ പറയാം എന്താണ്, ദിവസം പറയല, ദിൻ അല്ലേ, ദിവസം അല്ല, വനം. ദിവസം അവിടെ നിൽക്കട്ടെ, നമുക്ക് കിടക്കാം. വനം, ഫോറസ്റ്റ് അല്ലേ, വൻ പറയും. പ്രമദവനം വീണ്ടും ഋതുരാഗം തേടി, പ്രമദവനം വീണ്ടും മധുമൊഴിരാതെ നിന്നെ തേടി. അതങ്ങനെ പോകണം. വൈസ. അതുപോലെ നമ്മൾ സ്വരം അല്ലെ, സ്വരം അല്ലെ, വോയിസ്, സ്വർ എന്നൊക്കെ പറയാം. സ്വരരാഗ ഗംഗ പ്രവാഹമേ സ്വർഗീയമേ നിൻ പ്രേമദീക്ഷയ്ക്കായി ഒരുങ്ങി നിൽക്കും തുളസീദളമാണു ഞാൻ, പ്രേമ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗ പ്രമാഹമേ. അതുപോലെ ഞാൻ പറഞ്ഞ സ്നേഹം അറിയാം, വാവ് അല്ലേ, സ്നേഹ് അല്ലേ. അപ്പോൾ അതിന് പറയാം പ്യാർ എന്നൊക്കെ പറയാം അല്ലേ. സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ. അങ്ങനെ പോകുമ്പോൾ സ്നേഹം ഒരുപാടുണ്ട് കേട്ടോ. സ്നേഹത്തിൽ ഒരുപാട് പാട്ടുകൾ. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല, ഇപ്പോൾ തന്നെ ഒരുപാടായി വീഡിയോ അല്ലേ, മോർ ദാൻ 9 minutes. അപ്പോൾ എൻ്റെ ലിങ്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. യൂട്യൂബിൽ സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി.കെ. മേനോൻ. यू सब्सक्राइब इट, अदरवाइज यू कैन गेट द कंटिन्यूएशन ऑफ द क्लासेस. मेरा दर्शकों, मेरा लिंक यूट्यूब में स्टेप अप विथ इंग्लिश प्रकाश टी.के. मेनोन. सब्सक्राइब करो एंड शेयर करो. देन फेसबुक एंड इंस्टाग्राम स्टेप अप विथ इंग्लिश 108 108. फॉलोइंग इट एंड शेयर करो. Okay then, thank you. See you in my long video. Okay then.